1992 എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, തോമസ് ജോസ്. നമ്മൾ ചെറോളജി എന്ന് പറഞ്ഞാൽ മൗണ്ട് വാലി സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ ഇടത് സൈഡിലോട്ട് പോകുന്ന റാന്നിലോട്ട് വന്ന റൂട്ട് നമ്മുടെ പാറമടയൊക്കെയാണ് അണ്ണന്താനത്തിൻ്റെ. പിന്നെ ഇടയ്ക്ക് ഇവിടെ മേപ്പോട്ടൊരു വഴി കിടപ്പുണ്ട്, അവിടെ അവൻ്റെ വീട്. തോമസ് ജോസ്, അവന് 3 പെങ്ങന്മാരാണ്. ഇവൻ്റെ കൂടെ ഒരു ഇരട്ട സഹോദരിയോടുണ്ട്, സിബി എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. ഒരിക്കലും എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിങ്ങൾ ചക്കയൊന്നും കിട്ടിയില്ല, ചക്ക എന്നെ കാണാതെ അവർ കഴിച്ചു. നമ്മുടെ കുഞ്ഞമ്മേരെ അച്ഛൻ 2 കിട്ടിയ എനിക്ക് കിട്ടിയില്ല, അവർ ഒറ്റയ്ക്ക് കഴിച്ചെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞൊരു കാര്യം ചെയ്ത് ഞാൻ വീട്ടിലോട്ട് വാ, അപ്പോൾ സ്കൂൾ അവധിയായിരുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു. ഞാനപ്പം ചക്ക പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം, ചക്ക വാങ്ങിക്കാൻ വേണ്ടി പോവാം. വരിക്കച്ചക്ക അവൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചപ്പോൾ ജോലിക്കാരെ വെച്ച് അങ്ങോട്ട് പറിപ്പിക്കുമായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെങ്കൊച്ച ഇങ്ങോട്ട് തിരിച്ചു വരും ചെറുകുളഞ്ഞിൽ നിന്ന്. അതുപോലെ ഞാൻ എവിടെ പോയതാ, പിന്നെ തോമസിനെ കാണാൻ പോയാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു, ഞാൻ ആന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അപ്പോഴത്തെ ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നത് ചെന്നപ്പോഴാണ് അറിയുന്നത് ആ മരിച്ച്. അതിന് മുമ്പത്തെ ദിവസം പരിപ്പിലാവ് ചക്കയിടാൻ കയറിയതാണ്. കോടാനുകൂടി സ്വത്തുള്ളവൻ, അവൻ എന്തോന് കയറിയതാണ്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചക്കയിടാൻ വേണ്ടി കയറിയതാണെന്നോ ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞങ്ങൾ മരിച്ചുപോയി. 1992 സംഭവം കേട്ടോ. ഞങ്ങളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ കാര്യമാണ്. തോമസ് ജോസ്, അവന് 3 പെങ്ങന്മാരായിരുന്നു, ഒറ്റ ഒരാണേ ഉള്ളൂ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇത് പറയുന്നത്. കോടാനുകൂടി സ്വത്തുള്ള അവൻ എനിക്ക് ചക്കയിടാൻ വേണ്ടി കയറിയതാണെന്നോ അത് അവർ ചുമ്മാ തോന്നി കയറിയതാണെന്നോ എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നു. എന്നുവെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ സുജി ടീച്ചറായിരുന്നു, മക്കപ്പുഴ കയറ്റി പഠിക്കുന്നത്. മറിയാമ്മ ടീച്ചറായിരുന്നു ഹെഡ് മിസ്ട്രസ്. എന്തായാലും കൊള്ളാം. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള സംഭവം. നമ്മുടെ ചെറുകുളഞ്ഞി ദേവനിയാശ്രമം ഹൈസ്കൂളിൽ ഞങ്ങൾ പഠിച്ചത്. ആരോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് ഇപ്പോഴേ പറഞ്ഞില്ലേ നമുക്കൊരു സമാധാനക്കേടുമായി. ഞാൻ പറഞ്ഞിട്ടൊന്നും കയറിയതല്ല. ചക്ക ഉണ്ട് വരാൻ പറഞ്ഞു. ഇവൻ ചിലപ്പോൾ ചക്ക പറിക്കാൻ അവരുടെ വീട്ടിലെ ജോലിക്കാരെ കിട്ടാഞ്ഞിട്ടായിരിക്കാം അവൻ സ്വന്തമായിട്ട് കയറിയതാണ്. ഒറ്റ ഒരു മോനെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്തത് 3 പെണ്ണുങ്ങൾ.